നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ താൻ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നടത്തിയ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും ഇരു പാർട്ടികളും ഇടത്തരക്കാരുടെ ആവശ്യങ്ങൾ മറന്ന് തങ്ങളുടെയും തലസ്ഥാനത്തുള്ള തങ്ങളുടെ ലോബികളുടെയും വളർച്ച മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചതെന്നും പറഞ്ഞു. ലോകമെമ്പാടുമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട സത്യപ്രതിജ്ഞയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം തരിച്ചിരിഞ്ഞു പോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. GOP എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് റിപ്പബ്ലിക്കൻ വോട്ടർമാരെ കയ്യിലെടുത്ത ശക്തനായ ട്രംപിനെ ഉടനെയെങ്ങും എതിർക്കുവാൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് സാധിക്കുകയില്ല. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ താൻ നടത്തുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നടപ്പാക്കിയാണ് തന്നെ തിരഞ്ഞെടുത്തവരോടുള്ള പ്രതിബദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അവസാന ഡിബേറ്റിൽ ഹിലാരി ക്ലിന്റനെതിരെ ഇമെയിൽ വിവാദം അന്വേഷിക്കുന്നതിനായി പബ്ലിക് അറ്റോർണിയെ നിയമിക്കുമെന്ന വാഗ്ദാനം ഉടൻ നടത്തിയില്ലെങ്കിലും വളരെ താമസിയാതെ നാടകീയമായ ഉത്തരവ് നടത്തുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുന്നു. മുൻ സൗത്ത് കാരോലിന ഗവർണർ നിക്കി ഹേലി അമേരിക്കയുടെ UN അംബാസഡറായി സത്യപ്രതിജ്ഞ ചെയ്തു. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നാമനിർദ്ദേശം സെനറ്റ് 96-4 എന്ന ഭൂരിപക്ഷത്തിലൂടെയാണ് അംഗീകരിച്ചത്. സൗത്ത് കാരോലിനയുടെ ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് UN അംബാസഡർ പദവി ഇവർ ഏറ്റെടുത്തത്. ആദ്യമായാണ് ഇന്ത്യൻ വംശജയായ അമേരിക്കൻ വനിത ഈ പദവിയിൽ എത്തുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് നാസ ശാസ്ത്രജ്ഞൻ പോൾ റീസൺ അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ ഉൽക്കകളെ കണ്ടുപിടിച്ച 2 യുവ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ആദരിച്ച ചടങ്ങിലാണ് പോൾ റീസൺ ഇക്കാര്യം അറിയിച്ചത്. അമർജോത് സിംഗ്, സഹിൽ ബാജ്പ എന്നിവരാണ് ന്യൂഡൽഹി ആസ്ഥാനമായ സയൻസ് പോപ്പുലറൈസേഷൻ അസോസിയേഷൻ ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ 2010 നടത്തിയ ഉൽക്ക ഗവേഷണത്തിൽ പുതിയ 2 ഉൽക്കകളെ കണ്ടെത്തിയത്. ഏഷ്യയിലെ പ്രമുഖ ബഡ്ജറ്റ് എയർലൈൻ കമ്പനി എയർ ഏഷ്യ തങ്ങളുടെ സേവനം അമേരിക്കയിൽ ആരംഭിക്കുന്നു. അമേരിക്കൻ ഗവൺമെന്റ് എയർ ഏഷ്യയ്ക്ക് അമേരിക്കൻ നഗരങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം തുടങ്ങുവാനുള്ള അനുവാദം നൽകിക്കഴിഞ്ഞു. ചിലവ് കുറഞ്ഞ എയർ ഏഷ്യയുടെ സ്ഥാപകൻ മലേഷ്യയിൽ നിന്നുള്ള ടോണി ഫെർണാണ്ടസ് ആണ്. എയർ ഏഷ്യയുടെ ദീർഘദൂര സർവീസ് നടത്തിവരുന്ന എയർ ഏഷ്യ എക്സ് ആയിരിക്കും അമേരിക്കയിലേക്ക് സർവീസ് തുടങ്ങുക. ഇതോടെ ഇപ്പോൾ തന്നെ ശക്തമായ മത്സരം നേരിടുന്ന മിഡിൽ ഈസ്റ്റേൺ വിമാന കമ്പനികളുടെ ഇടയിലേക്കുള്ള എയർ ഏഷ്യയുടെ വരവ് ഏഷ്യയിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ വംശജനായ ജിയോതി ബെൻസന്റെ ആപ്പ് ഡൈനാമിക്സ് കമ്പനി സിസ്കോ സിസ്റ്റം $3.7 ബില്യൺ വാങ്ങു. ഡൽഹി IIT-യിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി H-1B വിസയിൽ അമേരിക്കയിലെത്തിയ ഇദ്ദേഹം 2008-ലാണ് സ്വന്തമായ കമ്പനി ആരംഭിച്ചത്. ഇപ്പോൾ 1200-ഓളം ജോലിക്കാരുള്ള കമ്പനിയുടെ വാർഷിക വരുമാനം $158.4 മില്യൺ ആണ്. ഫ്ലോറിഡ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന പെരുമ്പാമ്പുകളുടെ ശല്യം ഇല്ലായ്മ ചെയ്യുവാൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്നുമുള്ള പരമ്പരാഗത പാമ്പ് പിടുത്തക്കാരെ നിയോഗിച്ചു. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഇവർ 2 ആഴ്ചയ്ക്കുള്ളിൽ 14 ബർമീസ് പൈത്തോൺ പാമ്പുകളെ പിടികൂടി. വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയിൽ നിന്നും വളർത്തുമൃഗങ്ങളായി കൊണ്ടുവന്നിരുന്ന പാമ്പിനെ സംരക്ഷകർ ഫ്ലോറിഡയിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ തുറന്നുവിടുകയും ഇവ ക്രമേണ വളർന്നു പെരുകി ഇവിടെയുള്ള സസ്തന ജീവികൾക്ക് വലിയ ഭീഷണിയാവുകയും ചെയ്തിരുന്നു. അധികൃതർ ഈ പാമ്പുകളെ നശിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ CEO ആയ സത്യ നാദല്ലയെ സ്റ്റാർബക്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഇദ്ദേഹത്തെ കൂടാതെ സാംസ് ക്ലബ് CEO റസ്ലൻ ബ്രൂവറിനെയും ലെഗോ ബ്രാൻഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനെയും ബോർഡ് അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ലൈംഗിക സാംക്രമിക രോഗങ്ങൾക്ക് ഇപ്പോൾ നൽകി വരുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ ഫലപ്രദമല്ലാതായി വരുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി CDC മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ WHO-യുടെ അറിയിപ്പിൽ ലോകമെമ്പാടും ഗൊണേറിയ, സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് മുൻപ് ഫലപ്രദമായി ഉപയോഗിച്ചു വന്നിരുന്ന ഔഷധങ്ങൾക്ക് ആവശ്യമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്നില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രോഗങ്ങൾക്ക് കാരണമാകുന്ന രോഗാണുക്കൾ കഴിഞ്ഞ 75 വർഷങ്ങളായി
ഉപയോഗിച്ചു വരുന്നിരുന്ന ഔഷധങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നേടുകയും ഇതുമൂലം രോഗങ്ങൾ കൂടുതൽ പടർന്നുപിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കുന്നതായും മുന്നറിയിപ്പ് നൽകുന്നു. വളരെ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ ഹാംബർഗർ, പെപ്പറോണി, പിസ്സ തുടങ്ങിയ ആഹാരത്തിന്റെ അമിത ഉപയോഗം കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി ഗവേഷകർ നടത്തിയ ഹ്രസ്വ പഠനങ്ങൾ തെളിയിക്കുന്നു. ഉയർന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും ഇത് ഭാവിയിൽ കരളിനെ ബാധിക്കുന്ന മാരകമായ രോഗമായ സിറോസിസ്, പ്രമേഹം, അമിതവണ്ണം എന്നീ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്ന് കണ്ടെത്തി. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് തടയുന്നതിനും പരാജയപ്പെട്ട പണമിടപാട് സ്ഥാപനമായ വെസ്റ്റേൺ യൂണിയൻ $586 മില്യൺ പിഴ അടയ്ക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെഡറൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും പണം തട്ടിപ്പ് നടത്തുന്നത് തടയുന്നതിനും വെസ്റ്റേൺ യൂണിയൻ കാര്യമായ നടപടിയൊന്നും എടുത്തില്ല എന്ന് FTC ആരോപിച്ചു. 2004 മുതൽ 2012 വരെയുള്ള കാലയളവിൽ നിരവധി ഓൺലൈൻ ഫോൺ കോൾ തട്ടിപ്പുകൾ വെസ്റ്റേൺ യൂണിയന്റെ സഹായത്തോടെ നടന്നതായി കണ്ടെത്തിയിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഓഫ് അമേരിക്ക ഡാലസ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം കാരൽട്ടൺ സെയിന്റ് മേരീസ് മലങ്കര യാക്കോബായ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ന്യൂ ഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങ് റവറന്റ് ഫാദർ രാജു ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. പുതുതായി ചുമതലയേറ്റ ഭാരവാഹികൾക്ക് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഗോപാലപിള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. റീജിയണൽ പ്രസിഡന്റ് ഷാജി രാമപുരം, അലക്സ് അലക്സാണ്ടർ, ഫിലിപ്പ് തോമസ്, ജോൺസൺ തലച്ചെല്ലൂർ, പ്രമോദ് നായർ, സീസൽ ചെറിയാൻ, പ്രൊഫസർ ജോയി പുല്ലാട്ടുമടം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഡാലസ് ഏരിയയിലുള്ള 3 പ്രോവിൻസസും, അതായത് ഡാലസ് പ്രോവിൻസ്, DFW പ്രോവിൻസ്, നോർത്ത് ടെക്സസ് പ്രോവിൻസ് എന്നീ 3 പ്രോവിൻസസുകളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയറിന്റെ പരിപാടികൾ സിറ്റികളിൽ പ്രോവിൻസുകൾ ഉണ്ടാക്കിയും ഈ പ്രോവിൻസുകളിൽ നിന്ന് റീജിയനുകൾ ഉണ്ടാക്കിയും റീജിയനുകളിൽ നിന്ന് ഗ്ലോബൽ ലെവലിലുള്ള ഒരു സംഘടന ഉണ്ടാക്കിയും നമ്മുടെ ദീപം തെളിച്ചപ്പോൾ ആ ദീപം നമ്മുടെ ഉള്ളിൽ പ്രകാശം തെളിഞ്ഞതുപോലെ നാം ഓരോരുത്തരും ജ്വലിച്ച് പ്രത്യേകിച്ച് വേൾഡ് മലയാളിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം പകരുവാൻ തക്കോണം, കൂടുതലായിട്ട് പ്രവർത്തിപ്പാൻ തക്കോണം, വിവിധ മേഖലകളിൽ പ്രവർത്തിപ്പാൻ തക്കോണം. നിങ്ങൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതലായി വേൾഡ് മലയാളി അസോസിയേഷൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപോട്ട് നിന്നുകൊണ്ട് മറ്റുള്ള എല്ലാവർക്കും മാതൃകയുള്ളവരായി തീർന്നുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. 95 അമേരിക്കയിൽ രൂപം കൊണ്ട വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ച് ഒരു വലിയ വൃക്ഷമായി തീർന്നിരിക്കുക. ഡാലസ് തിരുവല്ല അസോസിയേഷന്റെ 10ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. മുഖ്യ അതിഥിയായി തമ്പി ആന്റണി പങ്കെടുത്ത ചടങ്ങിൽ അഭിവന്ദ്യ എൽദോമാർ തീത്തോസ് തിരുമേനി പുതുവത്സര സന്ദേശം നൽകി. പ്രസിഡന്റ് സോണി ജേക്കബ് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഈ അവസരത്തിൽ തമ്പി ആന്റണിയുടെ ചെറുകഥാ സമാഹാരമായ വാസ്കോഡിഗാമയുടെ പ്രകാശനവും നടക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് സുനിൽ തലവടി, ബിജു വർഗീസ്, മാത്യു വർഗീസ് തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് മെസ്സേജ് നൽകുവാൻ വേണ്ടി ഇവിടെ വന്ന തിരുമേനിയെ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കൂട്ടായ്മകളുടെ ഒരു നാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
ക്രിസ്തു നമ്മിലേക്ക് ഇറങ്ങി വന്നതിന്റെ ആ ഒരു സുദിനത്തിന്റെ ആ ഒരു സംഭവത്തിന്റെ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ആശംസകൾ നേരുകയാണ്. ക്രിസ്മസ് പലപ്പോഴും നമുക്ക് ബാഹ്യമായ അനുഷ്ഠാനങ്ങളുടെ ഒരു വെറുതെ ഒരു ആചാര അനുഷ്ഠാനം മാത്രമായിട്ട്, സെലിബ്രേഷൻ മാത്രമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് പലപ്പോഴും ദുഃഖകരമാണ്. Actor Award in the Honolulu International Film Festival for the Hollywood film Beyond the Sword in 2005. Besides this, like I mentioned again, he's a writer, he's a poet. There's a lot more things that he has achieved and accomplished in his career, and we are very happy to have him again as the chief guest for the Trivella Association Dallas 10th anniversary. അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ, തമ്മിലിതയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചു ഒപ്പം നടത്തിയും അമ്മ നടക്കുന്നു. അപ്പോൾ അമ്മ എന്ന മലയാളത്തിലൊപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ അസോസിയേഷൻ ഒരു മലയാളികളാണ്? തിരുവല്ല അസോസിയേഷൻ രൂപീകരിക്കുന്ന ആ സന്ദർഭത്തിൽ ഞാനും ഒരു പങ്കാളിയായി. ഇന്ന് 10 വർഷം പിന്നിടുമ്പോൾ തീർച്ചയായും ഈ നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാനായിട്ട് എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കും. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. ഞങ്ങളോട് സഹകരിച്ച എല്ലാ സ്പോൺസേഴ്സിനും കടന്നു വന്ന എല്ലാ നല്ല ജനങ്ങൾക്കും നല്ലവർക്കും എല്ലാവർക്കും ഉള്ള നന്ദിയും സ്നേഹവും തിരുവല്ല അസോസിയേഷനെയും എന്നെ വ്യക്തിപരമായ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത് അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ വൈദ്യശാസ്ത്രത്തിലുണ്ടായ പുരോഗതിയുടെ ഒരു പ്രധാന കാരണം പുതുതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് കണ്ടുപിടിച്ച പെൻസിലിന് 1943 പുറത്തു വന്നതിന് ശേഷം തുടർന്ന് വന്നിട്ടുള്ള ആന്റിബയോട്ടിക്സും എല്ലാം കാരണം മാരകമായിട്ടുള്ള മിക്കവാറും എല്ലാ ഇൻഫെക്ഷൻസും ഇന്ന് വളരെ ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കും. പണ്ട് പ്രമേഹ രോഗം മരണത്തിലേക്ക് താമസിയായുള്ള ഒരു വാറണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രമേഹം വന്ന ശേഷം 40-50 വർഷം ഡയബറ്റീസ് വളരെ ഫലപ്രദമായി ചികിത്സിക്കപ്പെട്ടിട്ടുള്ള 90-95 വയസ്സുള്ള രോഗികളെ കാണുന്നത് അസാധാരണമല്ല. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയുമെല്ലാം ഹൃദ്രോഗ ചികിത്സയിൽ സഹായിക്കുമെങ്കിലും ഹൃദ്രോഗിയുടെ ദൈർഘ്യം കൂട്ടുന്നതിന്റെ പ്രധാന കാരണം മുഖ്യമായും ഹൈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഇന്ന് മരുന്നുകൾ നൽകി ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ മരുന്നുകൾക്ക് മറ്റൊരു വശമുണ്ട്. മരുന്നുകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങൾ. മരുന്നുകളുടെ നിർമ്മാണത്തിലും ഉപയോഗത്തിലും അനേക നിയന്ത്രണങ്ങളുള്ള അമേരിക്കയിൽ പോലും മരുന്ന് തെറ്റായ വിധത്തിൽ നൽകപ്പെടുന്നത് മൂലം 13 ലക്ഷം അപകടങ്ങൾ പ്രതിവർഷം ഉണ്ടാകുന്നുവെന്നാണ് കണക്ക്. ഈ അപകടങ്ങളിൽ ഒരു പങ്ക് മരണകാരണവുമായി തീരാറുണ്ട്. ഈ അപകടങ്ങൾ തെറ്റായ മരുന്നുകൾ നൽകുന്നതുകൊണ്ടോ
ഡോസ് കൂടിയ മരുന്നുകൾ, കൂടുതൽ ഡോസ് മരുന്ന് നൽകുന്നത് കൊണ്ടോ മരുന്നുകളുടെ റിയാക്ഷൻ കൊണ്ടോ ഒക്കെയാകാം. ഡോക്ടറുടെയോ നേഴ്സിന്റെയോ ഫാർമാസിസ്റ്റിന്റെയോ മൂലം, അശ്രദ്ധ മൂലവും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഇത്തരം മെഡിക്കൽ എറേഴ്സ് ഉണ്ടാകാതിരിക്കുവാൻ ഇന്ന് വലിയ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. എങ്കിലും അപകടം ഉണ്ടാകാറുണ്ട്. മരുന്നുകൾ മൂലമുള്ള അപകടം ഒഴിവാക്കുവാൻ രോഗികൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ ഒരു രോഗിക്ക് ഒരു മരുന്ന് നൽകിക്കഴിഞ്ഞാൽ രോഗി ആദ്യം ചെയ്യേണ്ടത് മരുന്നിന്റെ പേരെന്താണെന്ന് വായിച്ചു മനസ്സിലാക്കുകയാണ്. ഡോക്ടറുടെ കൈയെഴുത്ത് മോശമായിരിക്കും, അതുകൊണ്ട് മരുന്ന് കടക്കാരനല്ലാതെ മറ്റാർക്കും ഡോക്ടറുടെ കൈയെഴുത്ത് വായിക്കുക സാധ്യമല്ല എന്ന പഴയ കഥ ഇന്നും പ്രചാരത്തിലുണ്ട്. പണ്ട് ഒരു ഡോക്ടർ മക്കൾക്കൊരു വിൽപത്രം എഴുതിയിട്ട് മരിച്ചുപോയ കഥ കേട്ടിട്ടുണ്ട്. മക്കൾക്കോ അവരുടെ വക്കീലിനോ മറ്റാർക്കും തന്നെയോ ആ വിൽപത്രത്തിൽ എഴുതിയിരുന്നത് വായിക്കാൻ സാധ്യമല്ലാതിരുന്നതിനാൽ അവസാനം മരുന്ന് കടക്കാരൻ വിൽപത്രം വായിച്ചു കൊടുത്തു എന്നാണ് പഴയ കഥ. എന്നാൽ ഇന്ന് ഡോക്ടർമാർ ആർക്കും വായിക്കാവുന്ന വിധത്തിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കണമെന്നാണ് നിയമം. അമേരിക്കയില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനാൽ കൈകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ഡോക്ടർമാര് ഇന്നിവിടെ വളരെ ചുരുക്കമാണ്. മരുന്ന് എന്തിനു വേണ്ടിയാണ് നൽകുന്നതെന്നും രോഗി ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കണം. ഒരിക്കല് എമർജൻസി റൂമിൽ വെച്ച് ഒരു രോഗിയെ കണ്ടതോർക്കുന്നു. ഗ്ലോക്കോമ രോഗിയായിരുന്നു അയാൾ. കണ്ണിലെ പ്രഷർ കുറയ്ക്കുവാൻ വേണ്ടി ദിവസേന കഴിക്കേണ്ട ഒരു മരുന്നും തലവേദനയുണ്ടായാൽ രോഗിക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ ദിവസവും കഴിക്കേണ്ട ഒരു മരുന്നും അയാൾക്ക് അയാളുടെ ഒഫ്താൽമോളജിസ്റ്റ് കുറിച്ചു കൊടുത്തിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ തലവേദനയ്ക്കുള്ള മരുന്ന് തലവേദന ഉണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിലും ദിവസവും ഓരോന്ന് വീതവും, ഗ്ലോക്കോമയ്ക്കുള്ള മരുന്ന് ആവശ്യമെന്ന് തോന്നാത്തതിനാൽ അയാൾ കഴിക്കാതെയും ഇരുന്നു. കണ്ണിന്റെ പ്രഷർ വളരെ കൂടിയിരുന്നതിനാൽ എമർജൻസിയായി ഒഫ്താൽമോളജിസ്റ്റിനെ വരുത്തേണ്ടി വന്നു. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് എഴുതി കൊടുത്ത മരുന്ന് 3 വയസ്സുള്ള മകൾക്ക് നൽകി പ്രശ്നമുണ്ടാക്കി ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ അമ്മയെ ഞാൻ ഓർക്കുന്നു. ചെവിയിൽ ഒഴിക്കാൻ കൊടുത്ത മരുന്ന് കണ്ണിലൊഴിച്ച് കണ്ണുവേദനയുമായി എമർജൻസി റൂമിലെത്തിയ 85 വയസ്സുകാരനെയും എന്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ദയവായി ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ലേബൽ നിശ്ചയമായും വായിച്ചിരിക്കണം. നിങ്ങൾക്ക് മരുന്നുകൊണ്ടുള്ള പ്രയോജനം എത്ര നാൾക്കുള്ളിൽ അനുഭവപ്പെടുന്നെന്നും എത്ര നാൾ ഈ മരുന്ന് കഴിക്കണമെന്നും ഡോക്ടറോട് ചോദിക്കണം. പ്രത്യേക ഒരു കാരണത്തിന് നൽകിയ ഒരു മരുന്ന് കൽപ്പാന്തകാലം മുഴുവൻ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ EMS മന്ത്രിസഭയുടെ കാലത്ത് മലശോധനയ്ക്ക് നൽകിയ ഒരു മരുന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്തും കഴിച്ചുകൊണ്ടിരിക്കുന്ന വല്യമ്മച്ചിയെ കണ്ടത് ഞാൻ ഓർക്കുന്നു. അതുപോലെ നിങ്ങളുടെ മരുന്ന് ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ കഴിക്കണമെന്ന് ഡോക്ടറോട് ചോദിച്ചിരിക്കണം. ചില മരുന്നുകൾ ഭക്ഷണത്തിന് മുമ്പും ചിലവ പിമ്പും കഴിക്കേണ്ടവയാണ്. അമേരിക്കയില് ഒരു ഫാർമസി ഒരു മരുന്ന് നൽകുമ്പോൾ ആ മരുന്ന് കൊണ്ട് സാധാരണ ഉണ്ടാകാവുന്ന സൈഡ് എഫക്ട്സിന്റെ ഒരു ലിസ്റ്റും നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരം ലിസ്റ്റ് കിട്ടാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ദീർഘകാലം ഉപയോഗിക്കുന്ന മരുന്നാണെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് എന്തെല്ലാമെന്ന് നിങ്ങളോട് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നിന് അലർജി ഉണ്ടാകുമോ, ഉണ്ടായാൽ എന്തു ചെയ്യണമെന്നും അന്വേഷിച്ച് നേരത്തെ അറിഞ്ഞിരിക്കണം. രോഗി ഗർഭിണിയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അപകടമുണ്ടാക്കുകയില്ല എന്ന് നിശ്ചയമുള്ള മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന് സാധാരണ ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കുന്ന ടെട്രാസൈക്ലിൻ മരുന്ന് ഗർഭിണികൾ കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ പല്ലിന് മഞ്ഞ നിറവും പെർമനന്റ് ഡാമേജും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരുന്ന് ഗർഭസ്ഥ സ്ത്രീകൾക്ക് നൽകാമോ പാടില്ലയോ എന്ന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന PDR ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രോഗി ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും ക്യാൻസർ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടോ, ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവോ എന്നറിയുവാന് ഓങ്കോജെനിസിറ്റി പഠനങ്ങൾ നടത്തിയിരിക്കണമെന്ന് നിയമമുണ്ട്.
അതും PDR റെഫർ ചെയ്ത് നിങ്ങളുടെ ഡോക്ടർക്ക് പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. എല്ലാ രോഗികളും അവർ കഴിക്കുന്ന മരുന്നിന്റെ ഒരു ലിസ്റ്റ് എഴുതി പേഴ്സിൽ സൂക്ഷിച്ചിരിക്കണം. ഈ എഴുതിയ ലിസ്റ്റിന്റെ ഒരു കോപ്പി നിങ്ങളുടെ അടുത്ത ബന്ധുവിനെയും ഏൽപ്പിച്ചിരിക്കണം. അത്യാവശ്യ അവസരങ്ങളിൽ നിങ്ങളെ ചികിത്സിക്കേണ്ടി വരുന്ന ആശുപത്രിയും ഡോക്ടർമാരും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിനെ പറ്റി അറിഞ്ഞിരിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഡയബറ്റീസ് മരുന്നിനെ പറ്റിയും ഹൈ ബ്ലഡ് പ്രഷർ മരുന്നിനെ പറ്റിയും എമർജൻസിയിൽ നിങ്ങളെ ചികിത്സിക്കേണ്ടി വരുന്ന ഡോക്ടർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല മരുന്നുകളും പരസ്പരം ചേരാഴിക ഇൻകംപാറ്റിബിൾ ഉണ്ടാകാം. ഇതും അപകടമുണ്ടാക്കാം. ഉദാഹരണത്തിന് കൊമഡീൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആസ്പിറിനോ മോട്ടറിനോ തുല്യമായ മരുന്നുകൾ ഉപയോഗിക്കുക സാധ്യമല്ല. കാരണം അപകടകരമായ ബ്ലീഡിംഗ് ഉണ്ടായെന്ന് വരും. നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന വൈറ്റമിൻസും മറ്റു ഫുഡ് സപ്ലിമെന്റ്സും ഡോക്ടറെ കാണിച്ച് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തമ്മിൽ ഇൻകോമ്പാറ്റിബിലിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അമേരിക്കയിൽ എല്ലാ രോഗികളും 6 മാസത്തിൽ ഒരിക്കൽ ചെയ്തിരിക്കേണ്ട ബ്രൗൺ ബാഗിംഗ് എന്നൊരു പ്രൊസീജിയർ ഉണ്ട്. തങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും വൈറ്റമിനും ഫുഡ് സപ്ലിമെന്റും ഉൾപ്പെടെ ഒരു ബ്രൗൺ ബാഗിലിട്ട് 6 മാസത്തിലൊരിക്കൽ തങ്ങളുടെ ഡോക്ടറെ കാണിച്ച് അപകടകരമായ ഇൻകോമ്പാറ്റികൾ ചേരാഴിക മരുന്നുകൾ തമ്മിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഈ ബ്രൗൺ ബാഗിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ത്യക്കാരായ രോഗികൾ, പ്രത്യേകിച്ച് മലയാളികൾക്ക് മറ്റൊരു നിർദ്ദേശം കൂടി. ഇത് എന്നോട് പറഞ്ഞു തന്നത്, എന്നെ ഉപദേശിച്ചത് ആയുർവേദത്തിൽ ബിരുദം നേടി തുടർന്ന് അലോപ്പതിയിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഭിഷഗ്വരനാണ്. നിങ്ങൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നെങ്കിൽ അതും നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് മറ്റു മരുന്നുകളുമായി ചേർന്ന് പോകുന്നുവോ എന്ന് ഉറപ്പുവരുത്തിക്കുക. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഓർക്കുന്നു. വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ദശമൂലാരിഷ്ടത്തിലെ പല ഘടകങ്ങളും അതിലടങ്ങിയിരിക്കുന്ന അല്പമായ ആൽക്കഹോൾ കണ്ടന്റും ചില രോഗങ്ങൾക്കും ചില രോഗികൾക്കും നല്ലതല്ല. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, പല ആയുർവേദ ഔഷധങ്ങളിലും അടങ്ങിയിരിക്കുന്ന സർപ്പഗന്ധി റോൾഫിയ സർപ്പന്റീന. ഈ റോൾഫിയ സർപ്പന്റീനയിലാണ് പണ്ട് ബ്ലഡ് പ്രഷറിന് ഉപയോഗിച്ചിരുന്ന റിസർപ്പിൻ എന്ന മരുന്ന് നിർമ്മിച്ചത്. എന്നാൽ റിസർപ്പിൻ രോഗികളിൽ അപകടകരമായ ഡിപ്രഷൻ ഉണ്ടാക്കിയേക്കാമെന്നതിനാൽ അതിന്ന് ഉപയോഗിക്കാറില്ല. അദ്ദേഹം പറഞ്ഞു, ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികളോ സർപ്പഗന്ധി ചേർന്ന ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൂടാ. അറിവും പരിചയവുമുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇക്കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കുവാൻ സാധിക്കും. നിങ്ങൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മരുന്ന് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണോ അതോ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണോ എന്ന് നിങ്ങളുടെ ഫാർമസിസ്റ്റിനോട് ചോദിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അയൽവാസി സ്നേഹപൂർവ്വം അയാൾക്ക് തലകറക്കം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്ന് നൽകിയാൽ സ്നേഹപൂർവ്വം തന്നെ അത് നിരസിക്കണം. അയാളുടെ തലകറക്കം ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ തലകറക്കം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞതുകൊണ്ടുമാകാം. നിങ്ങൾ പുതുതായി ദീർഘകാലം കഴിക്കുന്ന മരുന്ന്, അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരവും ശാന്തമായി സാവധാനത്തിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. ഡോക്ടർക്ക് ഇതിനെല്ലാം സമയമുണ്ടോ, ഡോക്ടർ ദേഷ്യപ്പെടുകയില്ലയോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഒരു നല്ല ഡോക്ടർ ഇക്കാര്യത്തിൽ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. ചികിത്സയിൽ നിങ്ങൾക്കുള്ള താല്പര്യത്തിൽ സന്തോഷമേ അദ്ദേഹത്തിന് തോന്നുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ ഏമാനന്മാരെന്ന് വിളിച്ച് പഞ്ചപുച്ഛ അടക്കിയിരുന്ന ആ പഴയ കാലത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും. ഞാൻ കോട്ടയം കോളേജിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഡോക്ടർമാരെ ഗ്രാമീണരായ പാവപ്പെട്ട രോഗികൾ ഏമാൻ എന്ന് വിളിച്ചത് ഓർക്കുന്നു. എന്റെ ഒരു സ്നേഹിതൻ നാട്ടിൽ നിന്നെത്തി, മലയാളി ഡോക്ടർ, അമേരിക്കയിൽ മെഡിക്കൽ റെസിഡൻസി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്ലിനിക്കിൽ മദ്യപിച്ചെത്തിയ ഒരു രോഗിയും അദ്ദേഹത്തെ ഇവിടെയും ഏമാൻ എന്ന് വിളിച്ചെന്ന്.
പിന്നീടാണ് എന്റെ സ്നേഹിതന് മനസ്സിലായത് മദ്യപാനായ രോഗി വിളിച്ചത് ഏമാൻ എന്നല്ലായിരുന്നു, ഹേ മാൻ എന്നായിരുന്നു. ഹേ മാൻ അമേരിക്കയിലെ ഒരു കോമൺ ടേമാണ് ഹേ മാൻ. അദ്ദേഹം വിളിച്ചത് ഹേ മാൻ, ഹേ മാൻ. സിഗരറ്റ് വലിക്കുന്ന തീപ്പെട്ടി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത്. ഓർക്കുക, ഡോക്ടർമാരാരും ഇന്ന് ഏമാനന്മാരല്ല. ഡോക്ടർമാർക്ക് ഏമാനന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ രോഗികളായിരിക്കണം. അതുകൊണ്ട് ധൈര്യമായി നിങ്ങളുടെ സംശയങ്ങൾ, മരുന്നിനെപ്പറ്റി നിങ്ങളോട് ചോദിച്ചിരിക്കണം. ഇത് ഡോക്ടർ റോയ് പി തോമസ്, ചിക്കാഗോയിൽ നിന്ന്. വരുന്നയാഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.